ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 319. നമ്മളിന്ന് 62ാമത്തെ ഉപനിഷത്തായിട്ട് പ്രശ്നോപനിഷത്താണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ഒന്നാമത്തെ പ്രശ്നത്തിൽ 1 മുതൽ 4 വരെയുള്ള മന്ത്രങ്ങളാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം. 1 ഭരദ്വജൻ്റെ പുത്രനായ സുകേശൻ, പിന്നെ ശിബികുമാരൻ, സത്യകുമാരൻ, ഗർഗഗോത്രത്തിൽ പിറന്ന സൗര്യായൻ, കോസലദേശവാസിയായ അശ്വലായനൻ, പിന്നെ വിദർഭദേശത്തിലുള്ള ഭാർഗവൻ, പിന്നെ കന്യൻ്റെ കബന്ധി. ഇവർ പ്രസിദ്ധരാണ് എന്ന് പറയുകയാണ്. അതായത് പല ദേശത്തിലുള്ള പല കുടുംബങ്ങളിൽപ്പെട്ട പല വിശിഷ്ട വ്യക്തികൾ, അങ്ങനെ 6 പേര്, വളരെ പ്രസിദ്ധരായ 6 പേര് ഉണ്ടായിരുന്നു. അതായത് എല്ലാ വിഭാഗക്കാരും ഋഷി പരമ്പരകളാണ്. ആ പല പരമ്പരകളിൽപ്പെട്ട ആൾക്കാർ ഇവർ വേദപണ്ഡിതരാണ്, വേദമെല്ലാം പഠിച്ചവരാണ്, ബ്രഹ്മനിഷ്ഠയെല്ലാം ഉള്ളവരാണ്, തപസ്സെല്ലാം അനുഷ്ഠിച്ചവരാണ്. അവർ ഒരിക്കൽ അവർക്കൊരു വലിയ ആഗ്രഹമുണ്ടായി. ഈ പരമേശ്വര വിഷയം, അതായത് ബ്രഹ്മത്തെ പറ്റിയുള്ള വിഷയം അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ അതിലുള്ള ജിജ്ഞാസുക്കളായിരുന്നു അവർ. എന്താണ് ഈ ബ്രഹ്മം എന്ന് അറിയുവാനുള്ള താല്പര്യം. വേദമെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ബ്രഹ്മത്തെ മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വേദം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബ്രഹ്മത്തെ അവർക്ക് മനസ്സിലാകണം. അതിനുവേണ്ടി അവർ ഒന്നിച്ച് പിപ്പിലാദ മഹർഷിയുടെ അടുത്തേക്ക് പോയി. പിപ്പിലാദ മഹർഷീൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം വേദപണ്ഡിതനാണ്, വളരെ പ്രസിദ്ധനാണ്. അപ്പോൾ അവർക്കറിയാം അദ്ദേഹത്തിന് നന്നായിട്ട് ഇത്തരം വിഷയങ്ങളെല്ലാം നല്ലവണ്ണം പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ കഴിവുണ്ടായിരിക്കാം എന്ന ധാരണയോടുകൂടി ഇവരെല്ലാം കൂടിയിട്ട്, അതായത് പല വംശങ്ങളിൽ ജനിച്ച ഋഷി പരമ്പരകളിൽ ജനിച്ച പുത്രന്മാരെല്ലാം ഇവർ, പൗത്രന്മാരുമെല്ലാം. അവർ ബ്രഹ്മത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി പിപ്പിലാദ മഹർഷിയുടെ അടുക്കൽ പോയി. അദ്ദേഹത്തിന് ഈ വിഷയം നന്നായിട്ട് അറിയാമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്തിലേക്ക് പോയത്. അതിനാൽ ബ്രഹ്മത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതിനായി അദ്ദേഹത്തിൻ്റെ അടുത്തിൽ ചെന്നാൽ അതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയത്. അങ്ങനെ ചിന്തിച്ച് ആണ് ജിജ്ഞാസുക്കളുടെ വേഷത്തിൽ അവരെങ്ങനെയാണ് പോയത്? അറിയാനുള്ള ആകാംക്ഷയോടുകൂടി, ജിജ്ഞാസുക്കളുടെ ഭാവത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സമീപിച്ചത്. അപ്പം കൊടുക്കേണ്ട വസ്തുക്കൾ, സമിത്തുക്കളെല്ലാം കൈമലക്കണ്ടേക്ക് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ ഒരാൾ പോകുമ്പോൾ എന്തും കൊടുക്കുകയെല്ലാം വേണമല്ലോ. അതെല്ലാം കൊണ്ട് ഭക്തിയോടുകൂടിയാണ് അവർ ചെന്നത്. ഇനി 2 പറയുകയാണ്, അവരുടെ ജിജ്ഞാസ കണ്ടറിഞ്ഞ ഋഷി മുനി അവരോട് പറഞ്ഞു. അവരെ കണ്ടപ്പം തന്നെ അവർക്ക് വലിയ ജിജ്ഞാസ കൊണ്ട് വന്നതാണ്, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ വന്നതാണ് എന്ന് അവർക്ക് പിപ്പിലാദ മഹർഷിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തപസ്സെല്ലാം അനുഷ്ഠിച്ചവരാണ്, വേദം പഠിച്ചവരുമാണ്, ബ്രഹ്മചര്യം പാലിക്കുന്നവരുമെല്ലാമാണ്. അതായത് അവരുടെ ലക്ഷ്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുക, പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി, സയൻസ് മനസ്സിലാക്കാൻ വേണ്ടി. സയൻസിലൂടെയാണല്ലോ പ്രപഞ്ചമുണ്ടായത്. ആ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ശാസ്ത്രജ്ഞന്മാരാണ് അവർ എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം തപസ്സെല്ലാം അനുഷ്ഠിച്ചവരെല്ലാം തന്നെ, എങ്കിലും
നിങ്ങൾ വീണ്ടും ഒരു വർഷം എൻ്റെ ആശ്രമത്തിൽ ബ്രഹ്മചര്യവും തപസ്സും എല്ലാം അനുഷ്ഠിച്ചിട്ട് കഴിയണം. അതായത് ഇവിടെ വന്നതിൻ്റെ ശേഷവും മനസ്സിനെ ഏകാഗ്രമാക്കണം. ഈ വിഷയം ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം കറങ്ങി തിരിച്ച് വന്നതാണല്ലോ. അതുകൊണ്ട് ആദ്യം ഇവിടെ എന്ത് വേണം? നിങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കാൻ തപസ് അനുഷ്ഠിക്കുക ഒരു വർഷം ഈ ആശ്രമത്തിൽ. അതിനുശേഷം നിങ്ങൾ ഏതാഗ്രഹം എന്നോട് ചോദിച്ചാലും എന്നിൽ നിന്നും അത് നിങ്ങൾക്ക് നേടാൻ പറ്റും. എനിക്കറിയുന്നതാണെങ്കിൽ, എനിക്കറിയുന്ന എന്ത് വിഷയമാണെങ്കിലും ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി 3 അങ്ങനെ പിപ്പിലാദ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ചിട്ട് അവരവിടെ ഒരു വർഷം തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ അവർ ഒരു വർഷം ധ്യാനത്തിൽ മുഴുകിയിട്ട് ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ മാത്രമേ ഈ വിഷയം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. മറ്റുള്ള വിഷയങ്ങളിൽ നിന്നെല്ലാം ചിന്ത മാറ്റിയിട്ട് അവിടെ താമസിച്ചിട്ട് അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോൾ പറഞ്ഞാലേ ഇത് മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ വീട്ടുകാരിയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്നാണ് അർത്ഥം. എല്ലാം വിട്ടെറിഞ്ഞ് ഒരു വർഷം അവിടെ ഇതിൽ തന്നെ ധ്യാനിച്ചിരുന്ന അവസ്ഥ, അങ്ങനെ മനസ്സാവുമ്പോഴേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരെല്ലാം കുടുംബമെല്ലാം വിട്ടിട്ട് ഏതെങ്കിലും മുറിയിൽ അടച്ചിരുന്നിട്ടാണ് അവർ ആ ചിന്തയിൽ അങ്ങനെ പോവുക. അങ്ങനെ സത്യം കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലാതെ കുടുംബകാര്യവും നോക്കിയിട്ട് അതിൻ്റെ ഇടക്കുന്ന സയൻസ് കണ്ടെത്താൻ പഠിക്കാൻ കുഴപ്പമില്ല, കണ്ടെത്തണ്ടെങ്കിൽ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് അവരുടേതായ ലോകത്തിൽ, ശാസ്ത്രലോകത്തിൽ ചിന്തയെ അർപ്പിക്കണം. അങ്ങനെ അവർ ഒരു വർഷം മുഴുകി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആ പോയ 6 ഋഷികളിൽ ഏറ്റവും പ്രസിദ്ധനായ കബന്ധി ഭക്തിയോടും വിനയത്തോടും കൂടി ഭഗവാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭഗവാനെ യാതൊന്നിൽ നിന്നും ഈ സമ്പൂർണ്ണ ജഗത്ത് നാനാപ്രകാരത്തിലായി വിഭജിച്ചു ഉണ്ടായോ? ഈ പറയുന്ന പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ? അതെങ്ങനെയുണ്ടായി? നാനാതരത്തിലായി മാറിക്കൊണ്ട് ഈ പ്രപഞ്ചമായി മാറിയോ? അതിൻ്റെ എല്ലാം ഉത്ഭവത്തിന് കാരണമായി തീർന്നുവോ? അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്, നമുക്ക് അറിയേണ്ടത്. എന്താണ് അറിയേണ്ടത്? ഏതോ ഒന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചം പലതായിട്ട് മാറിയിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടെല്ലാം കാണപ്പെടുന്നത്. ഏതിൽ നിന്നാണ് ഉണ്ടായത്? അത് ഉണ്ടാകേണ്ടിക്ക് എന്തും വേണം? അതിനൊരു റീസൺ ഉണ്ടാകണം. ദർ ഷുഡ് ബി വൺ റീസൺ. അതിനൊരു കാരണം ഉണ്ടാകണം. ആ കാരണവും ആരാണ്? കാരണക്കാരനാരാണ്? ആ കാരണക്കാരനും പിന്നെ അതെങ്ങനെ പല വ്യത്യസ്തമായ രൂപത്തിൽ ഈ പ്രപഞ്ചമായി മാറി എന്ന കാര്യം എനിക്ക് പറഞ്ഞു തരിക. 4 അപ്പോൾ പിപ്പിലാദ മഹർഷി പറഞ്ഞു, ഹേ കാർത്യായന്, അഖില ജീവികളുടെയും സ്വാമിയായ പരമേശ്വരൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ, ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനാണ് സ്വാമി എന്ന് വിളിക്കേണ്ടത്. ആ സ്വാമിക്കാണ് പരമേശ്വരൻ എന്ന് പറയുന്നത്. അപ്പം അഖില ലോകത്തിൻ്റെയും ജീവജാലങ്ങളുടെയും സ്വാമിയായ പരമേശ്വരൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ, അപ്പം സൃഷ്ടി നടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ആ പരമേശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതോ ഒരു സംഗതി ഉണ്ടായിരുന്നു. അതിനാണ് പരമേശ്വരൻ എന്നിപ്പം പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയേണ്ട ആ പരമേശ്വരൻ, അത് ബ്രഹ്മം.
അത് അള്ളയാകാം, യഹോവയാകാം, എന്തോ ആകാം. ആ പരമേശ്വരൻ, ഇവിടെ പറയുന്നത് പരമേശ്വരൻ, പ്രജകളെ സൃഷ്ടിക്കുവാൻ ഇച്ഛയുണ്ടായപ്പോൾ, ഒരു സൃഷ്ടി, ഈ പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിക്കാനുള്ള ഇച്ഛയുണ്ടായപ്പോൾ, ആഗ്രഹമുണ്ടായപ്പോൾ, അദ്ദേഹം സങ്കല്പരൂപമായ തപസ്സനുഷ്ഠിച്ചു. ആദ്യം സങ്കല്പരൂപമായ തപസ്സനുഷ്ഠിച്ചു. മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പായസം ഉണ്ടാക്കി എന്ന് വെച്ചോളൂ. എവിടെ നിന്നാണ് തുടക്കം? മനസ്സിൽ ആദ്യം ഒരു സങ്കല്പമുണ്ടാകും. ഇന്നൊരു പായസം ഉണ്ടായിക്കളയാം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു സങ്കല്പത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. സങ്കല്പത്തിൽ നിന്നാണ് അതിന് രൂപം വരുത്തുന്നത്. സാമ്പാർ ഉണ്ടാക്കണോ, അല്ല ചിക്കൻ കറി ഉണ്ടാക്കണോ, അല്ല മധുരമുള്ള പായസം ഉണ്ടാക്കണോ എന്നെല്ലാം അവിടെയാണ് സങ്കല്പിക്കുന്നത്. ഇപ്പം സങ്കല്പം എന്ന് പറയുന്നത് എന്തോന്ന് ഉണ്ടാക്കണോ അത് സങ്കല്പിക്കും. പിന്നെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. നമുക്കൊരു വീട് വെക്കണമെന്ന് തോന്നുമ്പോൾ ഈ കാണുന്ന കെട്ടിടങ്ങളുടെ പിന്നിലെല്ലാം ഏതോ ഒരാളുടെ തലയിൽ ഒരു സങ്കല്പമുണ്ട്. എനിക്ക് ഇങ്ങനെയെല്ലാം ഉള്ള രൂപത്തിലുള്ള, അതിനാണ് പ്ലാൻ എന്ന് പറയുന്നത്. ആ സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോഴും എന്തോന്നവിടെ ഉണ്ടായിരുന്നു, അതാണ് ബ്രഹ്മം, അതാണ് പരമേശ്വരൻ, അതാണ് യഹോവ, അതാണ് അള്ള. ആ ശക്തിയുടെ സങ്കല്പം ആദ്യം സൃഷ്ടി ഉണ്ടാക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ദർ ഷുഡ് ബി ആൻ ഓബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യമുണ്ടാകണം. എന്താണ് വേണ്ടത്? അതിനനുസരിച്ചാണ് സയൻസിനനുസരിച്ച് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത്, ഒരു ഭാവനയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പം ആ പരമേശ്വരൻ്റെ ഉള്ളിലും ഒരു സൃഷ്ടി നടത്താനുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ലോകം ഉണ്ടാക്കണമെന്ന്. തപസ്, അതിനാണ് തപസ്. അപ്പോൾ നമ്മളൊരു വീടെല്ലാം വെക്കുമ്പോഴും നമ്മൾ തപസ് തന്നെയാണ് അനുഷ്ഠിക്കുന്നത്. നമ്മൾ ഇരുന്ന് ആലോചിക്കും, എന്നെ ശല്യം ചെയ്യല്ല എന്ന് പറയും. പിള്ളേർക്കെല്ലാം വരുമ്പോൾ ഞാനിവിടെ ഏകാഗ്രമായിട്ട് ഒരു വീട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് തപസ്. ചിന്ത അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റുള്ള ചിന്തകളെല്ലാം മാറ്റിയിട്ട്. കാരണം പ്രപഞ്ചമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ചിന്തിക്കണം? ജനിതക ഘടനയെല്ലാം ചിന്തിക്കണ്ടേ? നമ്മളിത് കണ്ടെത്താൻ വേണ്ടിയിട്ട് തലകുത്തി നിന്നിട്ടാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ആ സൃഷ്ടിക്കുന്ന കക്ഷിക്ക് ഈ സയൻസെല്ലാം എത്ര ചിന്തിക്കണം എന്നൊന്ന് ആലോചിച്ചാൽ മതി. തപസ്സിൽ നിന്നും അദ്ദേഹം ആദ്യമായി രയിയെയും പ്രാണനെയും സൃഷ്ടിച്ചു. അതിൽ നിന്നാണ് ആദ്യം സൃഷ്ടിയുടെ തുടക്കം. രയിയും പ്രാണനും. അപ്പം ദ്വയമായിട്ടാണ് സൃഷ്ടി തുടങ്ങുന്നത്. നമ്മളിന്ന് ആധുനിക സയൻസിൽ കുട്ടികളോട് ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇലക്ട്രോണും പ്രോട്ടോണും കൊണ്ട് തന്നെയാണ്. സയൻസ് പഠിച്ചവൻ അതേ പറയുള്ളൂ, ഇലക്ട്രോണും പ്രോട്ടോണും രണ്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. പക്ഷെ അത് ജീവനില്ലാത്ത വസ്തുക്കൾ രണ്ടിൽ നിന്ന്. എന്നാൽ ജീവനുള്ള വസ്തുക്കളാവുമ്പോൾ ആ രണ്ടേതാണ്? നമ്മൾ ജീവനുള്ള വസ്തുക്കൾ, കമ്പ്യൂട്ടർ, റോബോട്ട് എന്നെല്ലാം പറയുന്ന ഏകദേശം ജീവനുള്ള ഒരു വസ്തുവായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ രണ്ടെണ്ണം ഉണ്ട്, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും.
അപ്പം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന അതിനെല്ലാം ഈ ഹാർഡ്വെയറിനെ, ഈ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷമാണ്. അതൊരു ഇമാജിനറിയാണ്. അതിനാണിവിടെ പ്രാണൻ എന്ന് പറയുന്നത്. അപ്പം ജീവജാലങ്ങളെയാണുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ അതിൽ ആ ജീവനെ പ്രേരിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, അതിനാണ് പ്രാണനെന്നും ആ ഹാർഡ്വെയറിനെയാണ് രയി എന്നും പറയുന്നത്. അപ്പം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാത്തിൽ വരുമ്പോഴും ദ്വയം. വസ്തു ഉണ്ടാക്കുമ്പോൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ദ്വയം. പ്രപഞ്ചമുണ്ടാക്കുമ്പോൾ ഒരു ശക്തി വിശേഷവും, അത് പ്രാണൻ. മറ്റേത് രയി. അതിൽ നിന്നുണ്ടാകുന്ന ഹാർഡ്വെയർ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രകൃതി. നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം, പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ ബോഡി, ശരീരം, അതിൻ്റെ അകത്തുള്ള ആ പ്രേരക ശക്തി രയിയും, അതിൻ്റെ അകത്തുള്ളത് പ്രാണനും, ബാക്കി രയിയും. അപ്പോൾ അദ്ദേഹം രയിയും പ്രാണനുമായിട്ടാണ് ആദ്യത്തെ സൃഷ്ടി നടത്തിയത്. എന്തിനു വേണ്ടി? ഇവ രണ്ടിനെയും ഒരു ജോഡിയായി സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം സൃഷ്ടി എന്നത് ദ്വയമാണ്. ഏതിൽ നിന്നുണ്ടായതോ ആ ബ്രഹ്മത്തിൽ നിന്ന്. അത് അദ്വൈതമാണ്, അത് ഏകമാണ്. ഈശ്വരൻ ഏകനാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ബ്രഹ്മം ഒന്നേ ഉള്ളൂ. അത് തന്നെ അള്ള, യഹോവ എന്നെല്ലാം പറയുന്ന പേരിൽ നമ്മൾ പറയുന്നത്. ഇവിടെ പരമേശ്വരൻ എന്നും പറയും. അത് ഏകനാണ്. പക്ഷെ അത് സൃഷ്ടി നടത്തുമ്പോൾ സൃഷ്ടിയിലെല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രയിയും പ്രാണനും എന്ന് ഇവിടെ പറയും. വേറെ ചില സ്ഥലത്ത് പുരുഷനും പ്രകൃതി എന്നെല്ലാം പറയും. അത് ഓരോ ഋഷികൾ അവരുടെ ഭാവനക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതാണ്. സംഗതി ഒന്നു തന്നെ. അപ്പോൾ ജോഡിയായി സൃഷ്ടിച്ചു. അതുകൊണ്ട് പ്രപഞ്ചം ദ്വയമാണ്. ഈശ്വരൻ ദ്വയമല്ല, ഏകനാണ്. ഈ സത്യം ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് വേദങ്ങളാണ്. ഈശ്വരൻ ഏകനാണ്. അങ്ങനെ ദ്വയമായി ഉണ്ടായിട്ടുള്ള എല്ലാമാണ് ദേവതകൾ. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് സരസ്വതിയുണ്ട്, വിഷ്ണുവിന് ലക്ഷ്മിയുണ്ട്, ശിവന് പാർവതിയുണ്ട്. ഇങ്ങനെയെല്ലാം പോകുന്നത്. അങ്ങനെ ബ്രഹ്മത്തിന് ഭാര്യയൊന്നുമില്ല. കാരണം അവ പിന്നീട്, എന്തുകൊണ്ടാണ് ദ്വയമായിട്ട് സൃഷ്ടിച്ചത്? അവ പിന്നീട് പരസ്പരം കൂടിച്ചേർന്ന് നാനാപ്രകാരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് പിന്നെ പരസ്പരം കൂടിച്ചേർന്നിട്ട് പല വസ്തു ഉണ്ടായിക്കോളും. നമുക്കറിയാലോ, കല്ലും സിമെൻറ്റും. മേസ്ത്രിക്കറിയാം, കല്ലും സിമെൻറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീടുണ്ടാക്കാം, പള്ളി ഉണ്ടാക്കാം, അമ്പലമുണ്ടാക്കാം, മതിലുണ്ടാക്കാം, കിണറുണ്ടാക്കാം, ഈ ലോകത്തിലുള്ള എത്രയോ കെട്ടിടങ്ങൾ ഉണ്ടാക്കാം. ഉണ്ടാക്കുന്നത് സിമെൻറ്റും കല്ലും. ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് ഒരു പാചകക്കുറിപ്പെടുത്ത് നോക്കിയോ. അവർ ആദ്യം ഇന്നലെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, கொஞ்சம் മുളക് പൊടി ഇടുക, പിന്നെ മല്ലിപ്പൊടി ഇടുക, ഇതെല്ലാം പറയുന്നേക്കാം പാചകം ചെയ്യുമ്പോൾ. ഏത് നോക്കിയാലും ഇവരെല്ലാം ചെയ്യുന്ന ഇത് തന്നെയാണ്. മഞ്ഞപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, എല്ലാം ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റുള്ള സാധനങ്ങൾ പാചകക്കുറിപ്പ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഇടുന്ന സാധനം എന്താണ്? ആദ്യം എണ്ണ വരട്ടുക, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, വെള്ളി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാത്തിലും ഇതെല്ലാം തന്നെയാണ് ഇടുന്നത്. പക്ഷേ വസ്തുക്കൾ വ്യത്യസ്തമായിട്ട് വരുന്നു.
അതുപോലെ അദ്ദേഹം അത് മനസ്സിലാക്കി. അതിൽ ജീവൻ പ്രദാനം ചെയ്യുന്ന ശക്തിവിശേഷത്തെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. നമ്മൾ ജീവനായിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ആധുനിക സയൻസിൽ വേണമെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്ലാൻ എന്ന് പറയാം. ഒരു വീടുണ്ടാക്കണ്ടെങ്കിൽ അതിനൊരു പ്ലാനുണ്ട്. പ്ലാൻ അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്, അതിൻ്റെ പരമാത്മാവാണ്. അതാണ് പ്രാണൻ. അതിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാകുന്ന വീടെല്ലാം ഉണ്ടാകുന്നത്. ഈ ജീവനശക്തിയിൽ നിന്നു തന്നെ സ്ഥൂല രൂപത്തിൽ പ്രകടമാകുന്നതെല്ലാം ആവുതിൻ്റെ പ്രേരണയാലാണ് സ്ഥൂല രൂപത്തിലുള്ള ഈ കാണപ്പെടുന്ന പ്രപഞ്ചങ്ങളെല്ലാം സ്ഥൂല ഭൂത പഞ്ചഭൂതം, ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെല്ലാമായിട്ട് മാറി കരദ്രവപാത രൂപത്തിലുള്ളതെല്ലാമായിട്ട് മാറിയിട്ട് രയ്യായി അറിയപ്പെടുന്നു. അപ്പോൾ ഈ പ്രേരകശക്തിയിൽ നിന്നാണ് രയ്യ് ഉണ്ടായിരിക്കുന്നത്, പ്രകൃതി ഉണ്ടായിരിക്കുന്നത്. പ്രേരകശക്തിയായ പ്ലാനിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടായിരിക്കുന്ന വീടെല്ലാം ഉണ്ടായിരിക്കുന്നത്, കെട്ടിടങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് പ്രാണശക്തിയെ കാര്യക്ഷമമാക്കുന്നു. ഈ രയ്യാണ് പ്രാണശക്തിയെ കാര്യക്ഷമമാക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ആണ് ആ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ആ സോഫ്റ്റ്വെയറിൻ്റെ ശക്തിയെല്ലാം ഏതിലാണുള്ളത് പ്രകടിപ്പിക്കുന്നത്? ആ ഹാർഡ്വെയർ ആണ്. മറ്റേത് ഏകദേശം നിർഗുണം. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിന് പറഞ്ഞാൽ കാര്യമായിട്ട് അതിനെ നേരിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ആക്ട് ചെയ്യുന്നത് മുഴുവൻ ഈ സോഫ്റ്റ്വെയറിലൂടെയാണ്, അല്ല ഹാർഡ്വെയറിലൂടെയാണ്. സോഫ്റ്റ്വെയർ ഒരുമാതിരി പ്രോഗ്രാം, അതങ്ങനെ അതിന് സ്വയം ആക്ട് ചെയ്യാൻ പറ്റില്ല. പ്രാണന് ആക്ട് ചെയ്യാൻ വേണ്ടിക്ക് ഈ ശരീരം വേണം. അപ്പം കൈ വെച്ചിട്ട് കൈ കൊണ്ട് അടിക്കുന്നതെല്ലാം അതിൻ്റെ ശക്തിയെല്ലാം പ്രകടമാക്കുന്നത് ഈ ശരീരത്തിലൂടെ രയ്യിലൂടെയാണ്. അപ്പോൾ അതിനെ കാര്യക്ഷമമാക്കുന്നത് രയ്യാണ്. പ്രാണൻ ചേതനയാവുന്നു. അതുകൊണ്ട് ഈ പ്രാണൻ എന്നത് ചേതനയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രാണൻ അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്, അതാണ് അതിൻ്റെ ചേതന. പിന്നെയോ രയ് ശക്തിയും ആകൃതിയുമാകുന്നു. രയ് എന്നത് അതിൻ്റെ ഹാർഡ്വെയർ ആണ്, അതാണ് ശക്തി പ്രകടിപ്പിക്കുന്നത്, അതാണ് അതിന് രൂപമെല്ലാം നൽകുന്നത്. അപ്പം രയ്യും പ്രാണനും ഈ പ്രാണരയ്കളുടെ സംയോഗത്താൽ, അങ്ങനെയുള്ള പ്രാണനും രയ്യുടെയും സംയോഗത്താൽ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും ഉത്ഭവിച്ചു. പ്ലാനും അതിൻ്റെ ബിൽഡിങ്ങും. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ പലതരം പ്ലാൻ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മറ്റേതെല്ലാം കൂടിച്ചേർത്തിട്ട് പലതരം കെട്ടിടങ്ങൾ ലോകത്തിൽ മുഴുവൻ നിറഞ്ഞതുപോലെ ഈ പ്രേരകശക്തിയായ പ്രാണനിൽ നിന്ന് അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് രയ്യാകുന്ന പ്രപഞ്ചമുണ്ടായി. അത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇവയാണ് അന്നമെന്നും സോമമെന്നും പറയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിലുണ്ടായ വസ്തുക്കളെയാണ് നമ്മൾ അന്നം അല്ലെങ്കിൽ സോമം എന്ന് പറയുന്നത്. ഈ അന്നവും പ്രപഞ്ചത്തിലുണ്ടായ അന്നം, ചോറ് അല്ല അരി, അത് നമ്മുടെ അന്നമാണ്, പലതിൻ്റെ അന്നമാണ്. അതിനാണ് സോമം എന്നും പറയുന്നത്. ഇപ്പം സോമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ധരിച്ചു വെച്ചിട്ടുണ്ട് മദ്യം എന്നെല്ലാം. അതല്ല, അന്നം സോമം എന്നെല്ലാം പറയുന്നത് ഇൻപുട്ടാണ്. ആധുനിക സയൻസിൽ
നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടാണ് അരിയും വെള്ളവുമെല്ലാം. അത് ഇൻപുട്ടാണ്, സോമമാണ്, അന്നമാണ്. അതുപയോഗിച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കും. അതാണ് ചോറ്. അവിടെ അതാണ് നമ്മുടെ അന്നമായിട്ട് മാറുന്നത്, നമ്മുടെ അന്നമായിട്ട് മാറുന്നത്. ഇപ്പം ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തു. ചായ ഉണ്ടാക്കാനുള്ള ഇൻപുട്ട് ചായപ്പൊടിയും പാലും വെള്ളമല്ല. അത് സോമമാണ്, അത് അന്നമാണ്. ഏതിനുള്ള അന്നം? അവിടെ പാത്രത്തിൽ അതിനെ ചായയാക്കി മാറ്റുന്ന ശക്തിക്ക്. അവിടെ അത് അഗ്നിയാകാം, ഇന്ദ്രനാകാം. അവർക്കുള്ള അന്നമാണിത്. നമുക്ക് കിട്ടുന്ന അന്നം, പ്രൊഡക്റ്റ്. അവിടെ പ്രൊഡക്റ്റാണ് അന്നം. അത് നമ്മുടെ അന്നമാണ്. ചോറ് അത് നമുക്കാണ്. അല്ലെങ്കിൽ ചായ നമുക്കാണ്. ചായപ്പൊടിയും വെള്ളമെല്ലാം ഇന്ദ്രന് കൊടുക്കും, സിസ്റ്റത്തിന് കൊടുക്കും. ഇൻപുട്ട് സിസ്റ്റത്തിന് കൊടുക്കും, ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതാണ് സോമം അന്നം എന്നെല്ലാം പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നോ അതെല്ലാം സോമമാണ്, അതെല്ലാം അന്നമാണ്. അന്നം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നം തന്നെ നമ്മളെ ഇൻപുട്ട്, നമ്മൾ എടുക്കുന്നതാണ്. ഒരു സിസ്റ്റത്തിന് കൊടുക്കുന്ന, ഇപ്പോൾ വിളക്കിൽ നമ്മൾ കൊടുക്കുന്ന, അതിന് കൊടുക്കുന്ന അവൻ്റെ അന്നം എന്ന് പറയുന്നത് എണ്ണയും തീയുമെല്ലാണ്. തീ കൊടുക്കണമല്ലോ. അപ്പം അന്നം എന്ന് പറയുന്നത് ഒന്നിന്, ഇപ്പം എൻ്റെ അന്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കുന്ന സാധനം. സോമം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും സോമം തന്നെയാണ്. ഈ സോമം തന്നെയാണ് അന്നമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ അന്നമെന്നും പറയാം, സോമമെന്നുമെല്ലാം പറയാം. അന്നം എന്ന് പറയുമ്പോൾ ഒരു യൂസ് ചെയ്യുന്ന വസ്തുവായി മാറുക. ഇൻപുട്ട്. അപ്പം ചോറുണ്ടാക്കുമ്പോൾ അരിയും വെള്ളവും സോമമാണ്. എന്നിട്ട് നമുക്ക് ചോറ് കിട്ടും. അത് ഔട്ട്പുട്ടാണ്, നമ്മുടെ അന്നമാണ്. അപ്പോൾ ഉപയോഗമനുസരിച്ചാണ്. എല്ലാത്തിനെയും സോമം എന്ന് പറയാം, ഉപയോഗമനുസരിച്ച് അന്നമെന്നും പറയാം. ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം അന്നമാണ്. അടുത്തതിൽ കാണാം.